ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ആൻഡ് ഏബിൾ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇനി വരുന്ന PSCയുടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വീട്ടമ്മമാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ജോലി ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ഓഡിയോ രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ കേട്ട് പഠിക്കുന്നതിനും വീണ്ടും കേട്ട് പഠിക്കുന്നതിനും അത് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നേരെ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് നന്നായി പഠിക്കുക. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല കണ്ണൂറാണ്. 2023 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? 2023 ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉത്തരം ചെറുതന. കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തെ ഇത്തരത്തിലെ എത്രാമത്തെ സർവീസാണ്? കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തെ എത്രാമത്തെ സർവീസാണ്? ഉത്തരം 14ാമത്തെ സർവീസ്. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ചെറുവള്ളി എസ്റ്റേറ്റ് ഏത് ജില്ലയിലാണ്? ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ചെറുവള്ളി ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം ജില്ല. 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ഉത്തരം ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം രാജ്യത്ത് ദരിദ്രർ ഇല്ലാത്ത ഏക ജില്ല ഏത്? നീതി ആയോഗിൻ്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം രാജ്യത്ത് ദരിദ്രർ ഇല്ലാത്ത ഏക ജില്ല ഏത്? ഉത്തരം എറണാകുളം. സമഗ്ര കാർഷിക വികസനം, കർഷകരുടെ വരുമാന വർധന എന്നിവ ലക്ഷ്യമിട്ട് നിലവിൽ വന്ന കമ്പനി ഏത്? സമഗ്ര കാർഷിക വികസനം, കർഷകരുടെ വരുമാന വർധന എന്നിവ ലക്ഷ്യമിട്ട് നിലവിൽ വന്ന കമ്പനി ഏത്? ഉത്തരം കേരള അഗ്രോ ബിസിനസ് കമ്പനി. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് സംവിധാനമാണ് ഫാരോസ്? ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് സംവിധാനമാണ് ഫാരോസ്? ഉത്തരം മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 2023 രൂപം കൊള്ളലിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ വന്യജീവി സംരക്ഷണ പദ്ധതി ഏത്? 2023 രൂപം കൊള്ളലിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയ വന്യജീവി സംരക്ഷണ പദ്ധതി ഏത്? ഉത്തരം പ്രോജക്റ്റ് ടൈഗർ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെ? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഹൈദരാബാദ്. ബിമൽ ഹസ്മുഖ് പട്ടേൽ രൂപകൽപ്പന ചെയ്ത നിർമ്മിതി ഏത്? ഉത്തരം ഡൽഹിയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഉത്തരം ബംഗളൂരു. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെ പഠിക്കാനുള്ള ബഹിരാകാശ ദൗത്യം ഏത്? ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്നിവയെ പഠിക്കാനുള്ള ബഹിരാകാശ ദൗത്യം ഏത്? ഉത്തരം യുക്ലിഡ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിലിറങ്ങിയ പ്രദേശത്തിന് നൽകിയ പേര് എന്ത്? ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിലിറങ്ങിയ പ്രദേശത്തിന് നൽകിയ പേര് എന്ത്? ഉത്തരം ശിവശക്തി പോയിന്റ്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2021-22 സ്വരാജ് ട്രോഫി നേടിയ സ്ഥാപനങ്ങളുടെ പേരുകൾ പറയുന്നു.
മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 2021-22 സ്വരാജ് ട്രോഫി നേടിയ സ്ഥാപനങ്ങളുടെ പേരുകൾ. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഒരിക്കൽ കൂടി പറയാം. മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്. മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം ജപ്പാൻ. ഏത് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ഇക്സ്ചിക്ക്? ഏത് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ഇക്സ്ചിക്ക്? ഉത്തരം ചിക്കുൻ ഗുനിയ. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ക്രിക്കറ്റിലെ വനിതാ വിഭാഗം ജേതാക്കൾ ആര്? ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ക്രിക്കറ്റിലെ വനിതാ വിഭാഗം ജേതാക്കൾ ആര്? ഉത്തരം ഇന്ത്യ. 2023 വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? ഉത്തരം കാർലോസ് അൽക്കാരസ്. 2023 വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? ഉത്തരം കാർലോസ് അൽക്കാരസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഉത്തരം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. 1945 ഓഗസ്റ്റ് 9 അമേരിക്ക ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട അണുബോംബ് വർഷിച്ചത് എവിടെ? ഉത്തരം നാഗസാക്കി. 1945 ഓഗസ്റ്റ് 9 അമേരിക്ക ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട അണുബോംബ് വർഷിപ്പിച്ചത് നാഗസാക്കിയിലാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കാണ്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങൾക്കുമേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന GST ഏത്? ഉത്തരം IGST. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങൾക്കുമേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന GST ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം IGST. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തത്? ഉത്തരം 44-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ പ്രധാന സവിശേഷതകളായി പറയാവുന്നതാണ്: പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, 2 നിയമവാഴ്ച, 3 സംയുക്ത വ്യവസ്ഥ, 4 എഴുതപ്പെട്ട ഭരണഘടന. ഏതൊക്കെ സവിശേഷതകളാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ്. ഡക്കാൻ പീഠഭൂമി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഏത് ആഗ്നേയശിലയാലാണ്? ഉത്തരം ബസാൾട്ട്. ഡക്കാൻ പീഠഭൂമി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഏത് ആഗ്നേയശിലയാലാണ്? ഉത്തരം ബസാൾട്ട്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഗോദാവരി. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? ഉത്തരം ചാലനം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്?
ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകം ഏത്? ഉത്തരം നിയോൺ. ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകം ഏത്? ഉത്തരം നിയോൺ. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നതും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നതുമായ ഹോർമോൺ ഏത്? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്നതും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നതുമായ ഹോർമോൺ ഏത്? ഉത്തരം പാരാതെർമോൺ. ഉത്തരം പാരാതെർമോൺ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ രക്താണുക്കൾ ഏതെല്ലാം? ഉത്തരം മോണോസൈറ്റും ന്യൂട്രോഫിലും. മോണോസൈറ്റും ന്യൂട്രോഫിലും. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആൻറ്റിബോഡികളാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ. ഇവയുടെ ആകൃതി എന്താണ്? ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആൻറ്റിബോഡികളാണ് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ. ഇവയുടെ ആകൃതി എന്താണ്? ഉത്തരം വൈ ആകൃതി. വൈ ആകൃതി. കേരള സർക്കാരിൻ്റെ വയോജന സൗഹൃദ നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ വയോജനങ്ങൾക്കായുള്ള ടോൾ ഫ്രീ നമ്പർ എത്ര? കേരള സർക്കാരിൻ്റെ വയോജന സൗഹൃദ നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ വയോജനങ്ങൾക്കായുള്ള ടോൾ ഫ്രീ നമ്പർ 145667. ഉത്തരം 145667. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉപഭോക്താക്കൾ. ഉത്തരം ഭിന്നശേഷിക്കാർ. ഉത്തരം ഭിന്നശേഷിക്കാർ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ 2023 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ 2023 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട്. ഉത്തരം കോഴിക്കോട്. ഉത്തരകാശിയിലെ തുരങ്കത്തിൽ അകപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സുരംഗ്. ഉത്തരകാശിയിലെ തുരങ്കത്തിൽ അകപ്പെട്ട തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ സുരംഗ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി.